നിന്നോട് ആരാ കട്ടിലേ വന്ന് കിടക്കാൻ പറഞ്ഞേ? പിന്നെ ഞാനവിടെ കിടക്കും. ഗാധമോൾ അനുഷ്ഠിക്കുന്ന വ്രതങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നീയും ചെയ്യണോന്നാ പറഞ്ഞിരിക്കുന്നേ. മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. അമ്മ ഞാൻ ഇവിടെ കിടന്നോളാം പ്ലീസ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വാ ഇങ്ങോട്ട്. ഉദയൻ ആ കട്ടിലേ കിടന്നു കേട്ടോ. വാ ഇങ്ങോട്ട് വാ. അവളെ വെറുപ്പിച്ചിട്ടാണെങ്കിലും തൽക്കാലം കട്ടിൽ എനിക്ക് കിട്ടി. അമ്മ അവളെ ഏത് നരകത്തിൽ കൊണ്ടുപോയി കിടത്തിയാലും എനിക്കെന്ത്? ഇങ്ങോട്ട് വാ. അമ്മേ ഒന്ന് വിട്. ദേ നീ ഇവിടെ കിടന്നോ. ഈ വരുമ്പായില്ലോ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഗാധമോൾ അവിടെ പൂജാമുറിയുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. പോയി നോക്കി വന്നിട്ട് അതുപോലെ ചെയ്താ മതി. ഓ പ്ലീസ് എന്റെ അമ്മേ, എനിക്ക് അവളെ നോക്കിയൊന്നും പഠിക്കണ്ട. എന്നാ പിന്നെ തനി അങ്ങ് ചെയ്തു. എഴുന്നേറ്റെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ 41 ദിവസത്തെ വ്രതം ഞാൻ 101 ദിവസത്തെ വ്രതമാക്കി മാറ്റും. എന്താ വേണോ? വേണ്ട. എന്നാ വന്ന് കിടക്ക്. ഏത് ഗതികെട്ട നേരത്താണാവോ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ തോന്നിയത്.